നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരടുക്കളക്കാരി പെണ്ണെന്നതിനപ്പുറം അവള് മറ്റെന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്. ആ തോന്നല് സത്യമാണെങ്കിൽ സഞ്ജുവിനും ദിനേശനും രാജുവിനും അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിയാം. അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ ഗുണം? നമ്മൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് അവളല്ലേ? പക്ഷെ അവൻ ഒളിവിലിരുന്ന് അവളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലോ? ഒരു പെൻഡ്രൈവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിലവളുടെ വിവാഹ വീഡിയോ തന്നെയാ. ദിനേശനെ വച്ച് അവളത് തട്ടിയെടുത്തു. അവള് മംഗലശ്ശേരി വീട്ടിൽ കയറി പിടിമുറുക്കിയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശ്രീകുട്ടി വീണതോടെ അമ്മുവിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുക. വീൽ ചെയറിന്റെ പിന്നിൽ നിന്ന് ശ്രീകുട്ടിയെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവളാ. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? അവസാന ശ്രമം എന്ന പേരിൽ ഒരു അറ്റാക്കും കൂടി നടത്തണം. അതിനുവേണ്ടി ആളെ പുറത്തുനിന്നിറക്കാം. ഗൗതം, ഇപ്പൊ അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് അമ്മുവിന്റെ ബാക്ക് സ്റ്റോറിയാ. അതും കൂടുതലായിട്ടൊന്നും വേണ്ട. അവളുടെ വിവാഹം മുതൽ അവൾ ഈ സിറ്റിയിൽ എത്തപ്പെട്ടത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് അറിയണം. ആരാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അവൻ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടോ? എങ്കിൽ എവിടെയാണ്? വീട്ടിൽ നിന്ന് പോയി 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ അവൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ആയിരുന്നു എന്നാ. ഇതൊക്കെ അറിയണമെങ്കിൽ അവളുടെ നാട്ടിൽ പോണ്ടേ? പോണം. ഗൗതം തന്നെ പോയി വിവരങ്ങൾ അന്വേഷിച്ചറിയണം. എനിക്കതൊരു വാശിയാ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അറിഞ്ഞാൽ അവനെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. മംഗലശ്ശേരിയിൽ നിന്ന് അതോടെ നിഷ്പ്രയാസം അവളെ ഒഴിവാക്കി വിടാനും കഴിയും. അവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി അനിയത്തിയെ വേറെ കെട്ടിച്ചുവിടാൻ. ഈ ഡിറ്റക്റ്റീവിന് എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് അറിഞ്ഞോ? എങ്കിൽ അയാളെ നമുക്ക് കണ്ടുപിടിക്കാം. അയാൾ ഒരു ബഫൂണായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടാൽ തന്നെ അറിയാം ഒരു കോമാളിയാണെന്ന്. അമ്മ ശ്രീകുട്ടിയുടെ ഫോണിൽ നിന്ന് അയാളുടെ നമ്പർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടുന്ന് എന്തൊക്കെയോ അറിഞ്ഞ് കാശിനു വേണ്ടി വീട്ടിൽ കയറി ഇറങ്ങുക അയാള്. അമ്മുവിന് വേണ്ടി അയാളെ ഹാൻഡിൽ ചെയ്യുന്നത് സഞ്ജുവും ദിനേശനുമാ. അവളുടെ ഭർത്താവ് ആരാണെന്ന് ശ്രീകുട്ടി അറിയാൻ പാടില്ലെന്ന് സഞ്ജു കരുതുന്നുണ്ടെങ്കിൽ അതിലെന്തോ നിഗൂഢതയുണ്ട്. അവളെ സംരക്ഷിക്കേണ്ട എന്ത് കാര്യമോ സഞ്ജുവിനുള്ളത്? കറക്റ്റ്. ഞാനും അത് തന്നെ ചിന്തിച്ചത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ഊഹാപോഹങ്ങളൊന്നും അല്ല എനിക്ക് വേണ്ടത്. അവളുടെ നാട്ടിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ പോവാം. അത് തന്നെയാ നല്ലത്. പെരുവണ്ണാപുരത്ത് ചെന്ന് തച്ചിലെടുത്ത് വീട് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. ലച്ചു എന്ന പേരില അവൾ അവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഗൗതം വരുന്നത് അവനിലേക്ക് എത്താനുള്ള തെളിവുമായിട്ടായിരിക്കണം. അത് നീ എനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ശ്രീകുട്ടിയുടെ മുന്നിൽ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അജ്ഞാതനാരെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അവനെ ഒളിപ്പിക്കാൻ ശ്രമിച്ച സഞ്ജുവിന്റെ പങ്കും തുറന്നു കാണിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.